നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടിവിയിലേക്ക് സ്വാഗതം. കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ ശുദ്ധീകരണ കലശം ഇന്ന് 9ാം ദിവസത്തിലേക്ക് കടന്നു. നിങ്ങളുടെ പ്രത്യേക ലേഖകൻ ലിജേഷ് അമ്പലനടയിൽ നിന്നും സംസാരിക്കുന്നതായിരിക്കും. ഭാരതത്തിലെ ഏകഭാരത ക്ഷേത്രമായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഏകദേശം 190 വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരണ കലശം നടത്തുന്നത്. ഫെബ്രുവരി 11 ആരംഭിച്ച നവീകരണ കലശത്തിന്റെ 9ാം ദിവസമായ ഇന്ന് മുളപൂജ, ഹരിവാരാസരം പ്രതിഷ്ഠയും നടന്നു. വൈകിട്ട് 5:30 കലാമണ്ഡലം ശിവകുമാറിന്റെ തായമ്പകയും അമ്പലപ്പുഴ വിജയകുമാറിന്റെ അഷ്ടപതിയും 7:30 ആലപ്പി ശ്രീകുമാറിന്റെ സംഗീത കച്ചേരിയും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 21 നവീകരണ കലശം സമാപിക്കുക. വിലക്കയറ്റത്തിനെതിരെ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇരിഞ്ഞാലക്കുടയെ ഒഴിവാക്കിയെങ്കിലും ജനജീവിതം വളരെയധികം കഷ്ടതയിലാണ്. വാഹനങ്ങൾ ഓടിയില്ല. കടകമ്പോളങ്ങൾ ഭാഗികമായി തുറന്നുള്ളൂ. ഞങ്ങളുടെ ലേഖകൻ ശ്രീ ലിജോ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. UDF ആഹ്വാനം ചെയ്ത ഹർത്താലിൽ നിന്നും ഇരിഞ്ഞാലക്കുടയെ ഒഴിവാക്കിയെങ്കിലും ഇരിഞ്ഞാലക്കുടയിലെ ജനജീവിതം ഭാഗികമായി സ്തംഭിച്ച നിലയിലാണ്. ഇരിഞ്ഞാലക്കുടയിലെ ബസ്സുകളുടെ ഗതാഗതം പൂർണ്ണമായും ഹർത്താലിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. കടകമ്പോളങ്ങൾ ഭാഗികമായി അടഞ്ഞിരിക്കുകയാണ്. ഓട്ടോറിക്ഷകളും മറ്റ് 2 വീലർ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട ഡാണോ ഏരിയയിലും ഇവിടുത്തെ കടകമ്പോളങ്ങൾ ഏതാനും അടഞ്ഞു കിടക്കുകയാണ്. കൂടുതൽ വിവരം നൽകിയ ലിജോന് നന്ദി.